ഹായ് ഹലോ വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് ഒത്തിരി അധികം വൊക്കാബുലറീസ് പഠിക്കാനായിട്ട് പോവാണ്. ആൻഡ് നിങ്ങൾ റെഡി ആയിട്ടിരിക്കുക. ഒരുപാട് വൊക്കാബുലറീസ് നമ്മൾ പെട്ടെന്ന് ഷടപടി എന്ന് ഒരുപാട് വൊക്കാബുലറീസ് പഠിച്ചു പോകും. ഫസ്റ്റ് വൺ നോക്കിക്കോ. ഫസ്റ്റ് വൺ ഇസ് അബ്സ്റ്റെയിൻ. അബ്സ്റ്റെയിൻ എന്ന് പറയുന്നത് നമ്മൾ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്യാതിരിക്കുക എന്നാണ് അബ്സ്റ്റെയിൻ എന്ന് പറയുന്ന വാക്ക്. അതായത് അതിന്റെ സിനോണിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ റിഫ്രെയിൻ, അവോയ്ഡ്, കാണാതിരിക്കുക, ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് വരുന്നത്. ആന്റോണിം ആണെങ്കിലോ ചെയ്യുക, ഇൻഡൾജ്, പാർട്ടേക്ക് എന്നൊക്കെയാണ് അതിന്റെ ആന്റോണിംസ് വരിക. ആൻഡ് ഇതിനെ തന്നെ ബേസ് ചെയ്തിട്ട് ഒരു ഇഡിയം ഉണ്ട്. എന്ത്? അബ്സ്റ്റെയിൻ ഫ്രം ടെംപ്ടേഷൻ. അതായത് ഈ ടെംപ്ടേഷനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുക എന്ന് പറയുന്നതാണ് എന്ത് അതിന്റെ ഒരു ഇഡിയം ആയിട്ട് വരിക. രണ്ടാമത്തെ വാക്ക് നോക്കുകയാണെങ്കിൽ ബിനോവലന്റ് എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ വാക്ക്. വളരെ കൈൻഡ് ആയിട്ടിരിക്കുക, ചാരിറ്റബിൾ ആയിട്ടിരിക്കുക, കൈൻഡ് ഹാർട്ടഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് എന്തായിരിക്കും? കൈൻഡ് ഹാർട്ടഡ്, ജനറസ് എന്ന് പറയുന്നതാണ് അതിന്റെ സിനോണിം എന്ന് പറയുന്നത്. ആന്റോണിം ആണെങ്കിലോ ക്രൂവൽ, മാൽവലന്റ് എന്നൊക്കെ പറയുന്നതാണ് എന്റെ ആന്റോണിം ആയിട്ട് വരിക. ആൻഡ് ഇതിന്റെ ഇഡിയം നോക്കുകയാണെങ്കിൽ എ ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്നതാണ്. വളരെയധികം കൈൻഡ് ഹാർട്ടഡ്, അതിനെയാണ് ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുക. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ കാൻഡിഡ്. കാൻഡിഡ് എന്ന് പറയുന്നത് വളരെ ഓണസ്റ്റ് ആൻഡ് ഓപ്പൺ മൈൻഡഡ്, എല്ലാ കാര്യവും തുറന്നു പറയുക എന്നുള്ളത്. അപ്പൊ അതിന്റെ സിനോണിംസ് നോക്കുകയാണെങ്കിൽ ഫ്രാങ്ക്, ഡിറക്റ്റ്. ആന്റോണിംസ് ആണെങ്കിലും എപ്പോഴും ഒളിപ്പിച്ച് വെക്കുക, സീക്രട്ടീവ്, റിസർവ്ഡ് എന്ന് പറയുന്നതാണ് എന്ത് അതിന്റെ ആന്റോണിംസ് എന്ന് പറയുന്നത്. അതിന്റെ ഇഡിയം ബേസിസ് നോക്കുകയാണെങ്കിൽ സ്പീക്ക് വൺസ് മൈൻഡ്, എന്താണ് ഒരാളുടെ മനസ്സ് തുറന്ന് സംസാരിക്കുക. അതാണ് ഇവിടെ കാൻഡിഡ് എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടൊരു ഇഡിയം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെബിലിറ്റേറ്റ്. ഡെബിലിറ്റേറ്റ് എന്ന് പറയുന്നത് ടു വീക്കൻ, അതായത് തളർന്നു പോകുക എന്ന് പറയുന്നതാണ്. അപ്പൊ അതിന്റെ സിനോണിം നോക്കുകയാണെങ്കിൽ വീക്കൻ, ഡ്രെയിൻ, എനർജി ഇല്ലാത്ത അവസ്ഥ. അപ്പൊ ആന്റോണിംസോ നേരെ ഓപ്പോസിറ്റ്, സ്ട്രെങ്തൻ, എനർജൈസ് എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ എലിക്വന്റ്. എലിക്വന്റ് എന്ന് പറയുന്ന വളരെ ഫ്ലുവന്റ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ വളരെയധികം സ്ഫുടതയോടെ നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് ആണെങ്കിലോ ആർട്ടിക്കുലേറ്റ് ആൻഡ് എക്സ്പ്രസീവ്, വളരെ എക്സ്പ്രസീവ് ആയിട്ട് സംസാരിക്കുന്നത്. അടുത്തത് അതിന്റെ സിനോണിം ആണെങ്കിലോ ഇൻആർട്ടിക്കുലേറ്റ്, ഓക്വേർഡ് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുക. ആൻഡ് നെക്സ്റ്റ് വൺ, ഇവിടെ ഒരു ഇഡിയം വരുന്നുണ്ട് നമ്മുടെ എലക്വന്റ് എന്ന് പറയുന്നതിനകത്ത്. എന്താ? സിൽവർ ടങ്. വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളെ, അല്ലെങ്കിൽ അതിനെ നമ്മൾ ഇഡിയോമാറ്റിക് ആയിട്ട് സിൽവർ ടങ് എന്ന് പറയാറുണ്ട്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഫ്യൂട്ടൈൽ. ഒരു ആവശ്യമില്ലാതെ പോയിന്റ്ലെസ്ലി ഒരു കാര്യം ചെയ്യുക അല്ലെങ്കിൽ ജീവിക്കുക, അതിനെയാണ് നമ്മൾ ഫ്യൂട്ടൈൽ എന്ന് പറയുക. അപ്പൊ അതിന്റെ സിനോണിം നോക്കുകയാണെങ്കിൽ ഇൻഎഫക്റ്റീവ്, വെയിൻ എന്നൊക്കെ പറയുന്നു. ആന്റോണിം ആണെങ്കിലോ യൂസ്ഫുൾ, എഫക്റ്റീവ് എന്നൊക്കെയാണ് അതിന്റെ ആന്റോണിം വരിക. അപ്പൊ ഇവിടെ ആണെങ്കിലോ ഇഡിയം നമ്മൾ എപ്പോഴും എക്സാമിന് കാണുന്നതാണ്. വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് പുറകെ ഇങ്ങനെ പോവുക എന്ന് പറയുന്നത്. ഫ്യൂട്ടൈൽ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുക, ആക്ടിൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രിഗേറിയസ് എന്ന് പറയുന്നത് വളരെ സോഷ്യൽ ആയിരിക്കുക, എല്ലാവരുമായി ഭയങ്കര അധികം ഇടപഴകി ജീവിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിം എന്തായിരിക്കും? ഫ്രണ്ട്ലി ആൻഡ് ഔട്ട് ഗോയിങ്. നമ്മുടെ ആന്റോണിം ആണെങ്കിലോ ഇൻട്രോവേർട്ടഡ്, ഷൈ എന്നൊക്കെ പറയുന്നു. ഇഡിയം ആണെങ്കിലോ ലൈഫ് ഓഫ് ദ പാർട്ടി എന്ന് പറയുന്നത്. എല്ലാവരുമായിട്ട് ഭയങ്കര എക്സ്ട്രോവേർട്ടിക്കലായിട്ട് എന്താ സംസാരിക്കുക, സോഷ്യബിൾ ആയിരിക്കുക, അങ്ങനെയാണ് എന്താ ലൈഫ് ഓഫ് ദ പാർട്ടി എന്ന് പറയുക. അയാൾ വരുമ്പോഴത്തേനും ആ പാർട്ടിക്ക് കുറച്ചുകൂടെ എനർജി വരുന്നു എന്നുള്ളത് ആലോചിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ ഫ്രണ്ട്ലി ആയിരുന്നുവെങ്കിൽ ഇവിടെ എങ്ങനെയാണ്? അൺഫ്രണ്ട്ലി ആയിരിക്കും, വളരെ ദേഷ്യം അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ സിനോണിം ആണെങ്കിലോ ആന്റഗോണിസ്റ്റിക്, അതായത് വില്ലനിസ്റ്റിക് എന്നൊക്കെ പറയുന്നത് പോലെ. ആൻഡ് നെക്സ്റ്റ് വൺ അഗ്രസീവ്. ഓക്കെ. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അല്ലെങ്കിൽ ആന്റോണിം ആണ് ഇവിടെ ഗ്രിഗേറിയസ് എന്ന് പറയുന്നതും ഫ്രണ്ട്ലി, കൈൻഡ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ ഇഡിയം നോക്കുകയാണെങ്കിൽ അറ്റ് ഈച്ച് അതേഴ്സ് ത്രോട്ട്സ്. രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ പിടിച്ചേക്കാണ് അല്ലെ, അങ്ങനെ അത്രയും അഗ്രസിവിറ്റി, അത്രയും വില്ലനിറ്റി എന്നൊക്കെ പറയുന്നതാണ് ഇവിടെ ഹോസ്റ്റൈൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥവും അല്ലെങ്കിൽ ഇഡിയം ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇമ്മിനന്റ്. എന്താണ് ഇമ്മിനന്റ്? അതായത് എബൌട്ട് ടു ഹാപ്പൻ, ഒരു കാര്യം നടക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന്റെ സിനോണിം നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ഇംപെറ്റന്റ്, അപ്രോച്ചിങ്, ദ റെയിൻ ഇസ് ഇമ്മിനന്റ്, ദ റെയിൻ ഇസ് അപ്രോച്ചിങ് എന്നൊക്കെ പറയണ പോലെ. ആന്റോണിം ആണെങ്കിലോ ഡിസ്റ്റന്റ്, അൺലൈക്ലി, അതൊക്കെ വരും. അപ്പൊ ഇതിന്റെ ഇഡിയം ആണെങ്കിലോ ലൂമിങ് ഡേഞ്ചർ. എന്താണ്? ലൂമിങ് ഡേഞ്ചർ എന്നാണ് അതിന്റെ ഇഡിയം വരിക. നെക്സ്റ്റ് വാക്ക് നോക്കുകയാണെങ്കിൽ ജെപ്രഡി. ജെപ്രഡി എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് മീനിങ്, അതായത് ഡേഞ്ചർ അല്ലെങ്കിൽ റിസ്ക് എന്നൊക്കെ പറയുന്നതാണ് ഈ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ മറ്റ് സിനോണിം നോക്കുകയാണെങ്കിൽ നമ്മൾ ത്രെറ്റ്, പെരിൽ എന്നൊക്കെ പറയുന്നു. ആന്റോണിം ആണെങ്കിലോ സേഫ്റ്റി, സെക്യൂരിറ്റി, അതൊക്കെയാണ് നമ്മുടെ ആന്റോണിം ആയിട്ട് വരിക. അപ്പോൾ ഇഡിയം എന്താന്ന് നോക്കിയോ, ഇത് എക്സാംസിന് ചോദിക്കുന്നതാണ്. ഇൻ ഹോട്ട് വാട്ടർ, ഇൻ
ഹോട്ട് വാട്ടർ എന്ന് പറയുന്നത് ജെക്രഡിയുടെ എന്താണ്, ഒരു ഇഡിയമാണ്, ഒരു ട്രബിളിലിരിക്കുക, ഒരു ഡേഞ്ചറിലിരിക്കുക എന്ന് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ കീൻ, അതായത് വളരെ ഈഗർ ആയിട്ട് വളരെ സൂക്ഷ്മതയോടെ ഇങ്ങനെ നോക്കുന്നതിനെയാണ് കീൻ ഒബ്സർവേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ അതിന്റെ സിനോണിം എന്തൊക്കെ വരും? എൻതൂസിയാസ്റ്റിക്, എൻതൂസിയാസ്റ്റിക് ആൻഡ് ഷാർപ്പ്, വളരെ ഷാർപ്പായിട്ടുള്ള നോട്ടം. ആൻഡ് ആന്റോണിം ആണെങ്കിലോ അപ്പത്തറ്റിക്, അപ്പത്തറ്റിക് ആൻഡ് ഡൾ എന്നുള്ള രീതിയിൽ. ആൻഡ് ഇവിടെ ഇഡിയം എന്താന്ന് നോക്കിയോ, കീൻ ആസ് മസ്റ്റേർഡ്, കീൻ ആസ് മസ്റ്റേർഡ് എന്ന് പറയുന്നതാണ് ഇതിന്റെ കീൻ എന്ന് പറയുന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ആന്റോണിം, സോറി ഇഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ലുക്രേറ്റീവ്, ലുക്രേറ്റീവ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസിങ് എ ഗ്രേറ്റ് ഡീൽ ഓഫ് പ്രോഫിറ്റ്, ഒരു കാര്യം അതെന്താ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഡീല് ചെയ്യുക അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ ഒരു വാക്കിന്റെ മീനിങ് എന്ന് പറയുന്നത്. അപ്പൊ സിനോണിം ആണെങ്കിലോ പ്രോഫിറ്റബിൾ, റിവാർഡിങ് എന്നൊക്കെ അതിന്റെ സിനോണിംസ് വരുന്നു. അതേസമയം അതിന്റെ ഓപ്പോസിറ്റ് ആയ ആന്റോണിംസിലോ അൺപ്രോഫിറ്റബിൾ, അൺപ്രൊഡക്റ്റീവ് എന്നൊക്കെ പറയുന്നതാണ് ആന്റോണിമിൽ വരിക. ആൻഡ് ഇവിടെ എന്താ നമ്മുടെ ഇഡിയം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് കൗ, ഒരുപാട് പൈസയുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രോഫിറ്റ് ഉള്ള എന്നൊക്കെയാണ് ആ ക്യാഷ് കൗ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വന്ന് നോക്കിയോ, മാലിഷ്യസ്, മാലിഷ്യസ് എന്ന് പറയുന്നത് ഇന്റന്റ് ടു ഹാം, ഒരാളെ മനഃപൂർവ്വം ആക്രമിക്കാൻ നോക്കുക, ഹാം ചെയ്യാൻ നോക്കുക, അതാണ് മാലിഷ്യസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിം നമ്മൾ നോക്കുകയാണെങ്കിൽ സ്പൈറ്റ്ഫുൾ, ക്രൂവൽ എന്നൊക്കെ വരുന്നു. ആന്റോണിം ആണെങ്കിലോ കൈൻഡ്, ബിനോവലൻസ്, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഈ ഒരു വാക്കല്ലേ, അതൊക്കെയാണ് എന്ത് പറയുന്നത് ഇതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഇഡിയം നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്ത് ബാഡ് ബ്ലഡ്, വിത്ത് ബാഡ് ബ്ലഡ് എന്ന് പറയുന്നതാണ് ഇതിന്റെ ഇഡിയം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു സിനിമ ആലോചിക്കുകയാണ്, കാര്യസ്ഥൻ സിനിമ ആലോചിക്കുന്ന സമയത്ത് ആ രണ്ട് വീടുകൾ തമ്മിൽ ഒരു ബാഡ് ബ്ലഡ് ഉണ്ട്, ഒരു എനിമിറ്റി ഉണ്ട്, അതാണ് ഇവിടെ മെലീഷ്യസ് എന്ന് പറയുന്ന വാക്ക്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നൈവ്, നൈവ് എന്ന് പറയുന്നത് ഇന്നസെന്റ് ഓർ ഇൻഎക്സ്പീരിയൻസ്ഡ് എന്നൊക്കെ പറയുന്നതാണ് നൈവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം വരിക. ആൻഡ് അതിന്റെ സിനോണിംസ്, മറ്റ് വാക്കുകൾ എന്ന് പറയുന്നത് ഇന്നസെന്റ്, ഗളിബിൾ എന്ന് പറയുന്നതാണ്. ഈ ഗളിബിൾ എന്ന് പറയുന്നത് നോക്കി വെക്കാം, മിക്കപ്പോഴും എക്സാമിന് ചോദിക്കുന്ന വാക്കാണ് ഗളിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആന്റോണിം വൈസ്, സ്കെപ്റ്റിക്കൽ എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ആന്റോണിം എന്ന് പറയുക. ഇഡിയം ആണെങ്കിലോ വെറ്റ് ബിഹൈൻഡ് ഇയേഴ്സ്, വെറ്റ് ബിഹൈൻഡ് ഇയേഴ്സ് എന്നാണ് ആ ഒരു ഇന്നസെന്റ് എന്ന് പറയുന്ന ഒരാളെ വിശേഷിപ്പിക്കാനുള്ള ഇഡിയോമാറ്റിക് ഫ്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ അതാണിക്കോ ഒബ്സൊലേറ്റ്, ഒബ്സൊലേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്ഡേറ്റഡ് അല്ലെങ്കിൽ ഇപ്പോഴൊന്നും യൂസ് ചെയ്യാത്ത, നോ ലോnger യൂസ്ഡ് എന്നൊക്കെ പറയുന്നതാണ് ഒബ്സൊലേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ അതിന്റെ സിനോണിംസ് എന്തായിരിക്കും, ഔട്ട് മോഡഡ്, ആൻറ്റിക്വേറ്റഡ് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സിനോണിംസ് ആയിട്ട് വരിക. അതേസമയം ആന്റോണിം ആണെങ്കിലോ മോഡേൺ, കറന്റ്, ഇപ്പോഴത്തെ, പ്രസന്റ്, അതൊക്കെ ആയിരിക്കും അതിന്റെ ആന്റോണിം ആയിട്ട് വരിക. അ തിങ് ഓഫ് ദി പാസ്റ്റ്, കഴിഞ്ഞു പോയ ഒരു കാലത്തെ ഒരു സംഭവം എന്നാണ് അതിന്റെ ഇഡിയോമാറ്റിക് ഫ്രേസിൽ നമ്മൾ യൂസ് ചെയ്യുക. നെക്സ്റ്റ് വൺ പറയുകയാണെങ്കിൽ പ്ലോസിബിൾ, പ്ലോസിബിൾ എന്ന് പറയുന്നത് എന്താണ്, അപ്പിയറിംഗ് ടു ബി റീസണബിൾ ഓർ ട്രൂ, ഒരു കാര്യം സത്യം എന്നുള്ള രീതിയിൽ ഒരാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാണ്, റീസണബിൾ ആണ് എന്നുള്ള ഒരു ഇതിനെയാണ് നമ്മൾ പ്ലോസിബിൾ എന്ന് പറയുക. അതിന്റെ സിനോണിംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിലീവബിൾ, വിശ്വസിക്കാൻ കഴിയുന്ന തക്കമുള്ള, ക്രെഡിബിൾ, ആന്റോണിം ആണെങ്കിലോ ഇംപ്ലോസിബിൾ, അൺലൈക്ലി, അതൊക്കെയാണ് അതിന്റെ ആന്റോണിംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ദാ ക്വെൽ, ക്വെൽ എന്ന് പറയുന്നതാണ് ടു സപ്രസ് ഓർ പുട്ട് ടു ആൻ എൻഡ് ടു, അതായത് ഒരു കാര്യത്തിനെ നിർത്തുക, ഒരു കാര്യത്തിനെ അടിച്ചമർത്തുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ക്വെൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസോ സപ്രസ്, സബ്ഡ്യൂ എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സിനോണിംസ്. ആന്റോണിം ആണെങ്കിലോ എൻകറേജ് ചെയ്യുക, ഇൻസൈറ്റ് ചെയ്യുക, അതൊക്കെയാണ് എന്ത് അതിന്റെ ആന്റോണിംസ് എന്ന് പറയുന്നത്. ഇഡിയം ആണെങ്കിലോ പുട്ട് ഔട്ട് ദ ഫയർ, പുട്ട് ഔട്ട് ദ ഫയർ, ആ ഒരു പ്രശ്നത്തെ അണച്ചു കളയുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. ക്വെൽ എന്ന് പറയുന്ന വാക്കിന് എന്താ ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയോമാറ്റിക് ഫ്രേസ്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ റവേനിയസ്, റവേനിയസ് എന്ന് പറയുന്നത് എക്സ്ട്രീംലി ഹംഗ്രി, ഭയങ്കര അധികം വിശപ്പ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് ഒബ്വിയസ്ലി എന്താ സ്റ്റാർവിങ്, ഫാമിഷ്ഡ് എന്നൊക്കെയാണ് അതിന്റെ സിനോണിംസ് വരിക. ആന്റോണിം ആണെങ്കിലോ ഫുൾ, സാറ്റിസ്ഫൈഡ്, എന്താ ഇപ്പൊ വിശപ്പില്ല, ഐ എം സോ ഫുൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഇഡിയോമാറ്റിക് ഫ്രേസ് ഇതാ, ഇതും എക്സാമിൽ ചോദിക്കുന്നതാണ്. ഹംഗ്രി ആസ് എ വുൾഫ്, ഒരു വുൾഫിന്റെ അത്ര ഹംഗ്രി, ഹംഗ്രി ആസ് എ വുൾഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് നോക്കുകയാണെങ്കിൽ സ്ക്രൂട്ടനൈസ്, സ്ക്രൂട്ടനൈസ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ വളരെയധികം ക്ലോസ്ലി വാച്ച് ചെയ്യുക, അതാണ് സ്ക്രൂട്ടിനി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിനോണിംസ് എന്ന് പറയുന്നത് ഇൻസ്പെക്ട്, അനലൈസ് എന്നൊക്കെ വരുന്നു, എക്സാമിൻ അതൊക്കെ വരുന്നുണ്ട്. ആന്റോണിം ആണെങ്കിലോ ഇഗ്നോർ, ഓവർലുക്ക്, അതൊക്കെയാണ് ആന്റോണിം ആയിട്ട് വരിക. ഇഡിയോമാറ്റിക് ഫ്രേസ് പറയുകയാണെങ്കിൽ ലീവ് നോ സ്റ്റോൺ അൺടേൺഡ്, അതും എക്സാമിന് ചോദിക്കുന്നതാണ്. എല്ലാ വേസും പോസിബിൾ, എല്ലാ വേസും പോസിബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താ ചെയ്തു നോക്കുന്നു, അതാണ് ഇവിടെ
ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറയുന്ന ഇഡിയം മീൻ ചെയ്യുക. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രെപ്പിഡേഷൻ. ട്രെപ്പിഡേഷൻ എന്ന് പറയുന്നത് ഫിയർ, ആൻസൈറ്റി, അതൊക്കെയാണ് അതിന്റെ അർത്ഥമായിട്ട് വരിക. സിനോണിംസ് നമ്മൾ പറയുകയാണെങ്കിൽ ഡ്രെഡ്, ആപ്രിഹെൻഷൻ, ആൻഡ് ആന്റോണിം ആണെങ്കിലോ കോൺഫിഡൻസ്, കമ്പോഷ്യർ, അതൊക്കെയാണ് എന്ത് ആന്റോണിം ആയിട്ട് വരിക. ആൻഡ് ഇഡിയം നോക്കിക്കോ വിത്ത് ബേറ്റഡ് ബ്രെത്ത്, അതായത് ഭയങ്കര കിതയ്ക്കുന്ന ശ്വാസത്തോടെ അല്ലെങ്കിൽ ഭയങ്കര ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ശ്വാസത്തോടെ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇതിന്റെ ഇഡിയം ആയിട്ട് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അബിക്വിറ്റസ് അല്ലെങ്കിൽ ഒംനി പ്രസന്റ് എന്നൊക്കെ പറയുന്ന പോലെ എല്ലായിടത്തും പ്രസന്റ് ആയിട്ടുള്ള. അപ്പൊ അതിന്റെ സിനോണിംസ് എന്താ? ഒംനി പ്രസന്റ്, യൂണിവേഴ്സൽ, അതൊക്കെ ആയിരിക്കും നമ്മുടെ എന്ത് സിനോണിം ആയിട്ട് വരിക. ആന്റോണിം ആണെങ്കിലോ വളരെ റെയർ, സ്കേഴ്സ്, വളരെ ചുരുക്കമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ആന്റോണിം വരിക. ഇഡിയം ആണെങ്കിലോ എവ്രി നൂക്ക് ആൻഡ് ക്രാനി, തൂണിലും തുരുമ്പിലും എന്ന് പറയില്ലേ, സെയിം. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്? വെക്സ് എന്ന് പറയുന്നതാണ് നമ്മുടെ വാക്ക്. ടു ഇറിറ്റേറ്റ് ഓർ ടു അനോയ്, ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുക, അതാണ് ഇവിടെ വരുന്നത്. അപ്പൊ എന്താണ് സിനോണിം? അനോയ്, ഇറിറ്റേറ്റ്, അതൊക്കെയാണ് സിനോണിം ആയിട്ട് വരിക. ആന്റോണിം ആണെങ്കിലോ സൂത്ത്, കംഫർട്ട് എന്നൊക്കെ പറയുന്നത്. ഇഡിയം ആണെങ്കിലോ ഗെറ്റ് ഓൺ സംവൺസ് നെർവ്, ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കുന്നതിന്, അതാണ് ആ ഒരു ഇഡിയം മീൻ ചെയ്യുക, ടു ഗെറ്റ് ഓൺ സംവൺസ് നെർവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ വിംസിക്കൽ. വിംസിക്കൽ എന്ന് പറയുന്നത് എന്താണ്? വളരെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്ലേഫുള്ളി ഓഡ് എന്നൊക്കെ പറയുന്നതാണ് എന്ത് വിംസിക്കൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സിനോണിം ആണെങ്കിലോ ഫാൻസിഫുൾ, ക്വിർക്കി എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സിനോണിം. ആന്റോണിം ആണെങ്കിലോ സീരിയസ്, പ്രാക്ടിക്കൽ, അതൊക്കെയാണ് അതിന്റെ ആന്റോണിംസ്. ഇഡിയം ആണെങ്കിലോ ഓഫ് ദ വോൾ, ഓഫ് ദ വോൾ എന്ന് പറയുന്നതാണ് അതിന്റെ ഇഡിയം എന്ന് പറയുന്നത്. അടുത്ത വാക്ക് യേൺ. യേൺ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കര അധികം ഇങ്ങനെ ഡിസയർ ചെയ്യുക, ആഗ്രഹിക്കുക, അതിനെയാണ് യേൺ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ലോങ് ഫോർ, ക്രേവിങ്, ക്രേവ് എന്നൊക്കെ പറയുന്നതാണ് സിനോണിം ആയിട്ട് വരിക. ഡിസ്ലൈക്ക്, റിജക്ട്, അതൊക്കെ ആന്റോണിം ആയിട്ട് വരുന്നു. ആൻഡ് ഇവിടെ ഇഡിയം നോക്കിയോ പൈൻ ഫോർ സംവൺ ഓർ സംതിങ്, ഒരു കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കുക, പൈൻ ഫോർ സംവൺ ഓർ സംതിങ്. നെക്സ്റ്റ് വേർഡ് ഇസ് സിലിയസ്, അതായത് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള, വളരെയധികം പ്രസന്റബിൾ, അങ്ങനെയുള്ളതാണ് എന്ത് ഇവിടെ പറയുന്നത്, ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഈഗർ, ഫെർവെന്റ് എന്നൊക്കെ പറയുന്നതാണ് സിനോണിം. ആന്റോണിം ആണെങ്കിലോ ഇൻഡിഫറന്റ്, അപ്പത്തറ്റിക്, അതൊക്കെയാണ് ആന്റോണിം. ഇഡിയം ആണെങ്കിൽ ഓൺ ഫയർ ഫോർ സംതിങ്, ഒരു കാര്യത്തിനോടുള്ള ആ ഒരു ഒരു തീ, ആ ഒരു പഠിക്കണം അല്ലെങ്കിൽ അത് വേണം എന്നുള്ള ഒരു ആഗ്രഹം, ഡിസയർ മാത്രമല്ല ആ ഒരു ഭയങ്കരത്തുള്ള ഒരു ത്വര എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാക്ക് എന്ന് പറയുന്നത് ആംബിഗ്വസ്. ആംബിഗ്വസ് എന്ന് പറയുന്നത് ഹാവിങ് മോർ ദാൻ വൺ മീനിങ്, ഒരു കാര്യത്തിനും പലതരത്തിലുള്ള മീനിങ് ഉള്ള, ഇപ്പൊ നമ്മൾ ഡബിൾ മീനിങ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ അതിന്റെ സിനോണിംസ് നോക്കിയോ വേഗ്, അൺക്ലിയർ, ആന്റോണിം ആണെങ്കിലോ ക്ലിയർ, ഡെഫിനറ്റ് എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് ഇതിന്റെ ഇഡിയം നമ്മൾ പറയുകയാണെങ്കിൽ ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ, അതായത് ഇങ്ങനെ ഇതാണോ അതാണോ എന്നുള്ള ചോദ്യം ഓപ്പണബിൾ ആണ്, അതായത് ഇങ്ങനെയാണോ ചോദിക്കാം, അങ്ങനെയാണ് ഇതിന്റെ ഇഡിയംസ് വരിക. നെക്സ്റ്റ് വേർഡ് കോഴ്സ്, അതായത് ടു ഫോഴ്സ് someone ടു ഡു സംതിങ്, ഒരു കാര്യം വളരെ ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനോണിം നോക്കിയോ കമ്പൽ, പ്രഷർ, അതൊക്കെ സിനോണിമിൽ വരുന്നു. ആന്റോണിം ആണെങ്കിലോ പെർസ്യൂഡ്, എൻകറേജ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഇഡിയം നോക്കുകയാണെങ്കിൽ ട്വിസ്റ്റ് സംവൺസ് ആം, എന്താണ് ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ ചെയ്യിപ്പിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഡീറ്റർ എന്ന് പറയുന്നത് ടു ഡിസ്കറേജ് ഫ്രം ഡൂയിങ് സംതിങ്, ഒരാളെ എന്താണ് ഡിസ്കറേജ് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി തളർത്തിക്കളയാണ്. അപ്പൊ ഇവിടെ എന്താണ് ഡിസ്കറേജ്. പ്രിവേർട്ട് എന്ന് പറയുന്നു. ആന്റോണിം ആണെങ്കിലോ എൻകറേജ്, പെർസ്വേഡ് എന്ന് പറയുന്നു. നേരെ ഓപ്പോസിറ്റ്സ് ആണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആണെങ്കിലോ പുട്ട് ഓഫ് എന്ന് പറയുന്ന ഫ്രേസൽ വെർബ് നമുക്ക് പറയാം, എന്താ പുട്ട് ഓഫ് ആണ് ഇവിടെ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫെയിൻ. ഫെയിൻ എന്ന് പറയുന്നത് ടു പ്രിവെന്റ്, ഒരു കാര്യം പ്രിവെന്റ് ചെയ്യുക, ഒന്നും നടക്കാതെ നമ്മൾ നോക്കുക എന്നതാണ്. സിനോണിം ആണെങ്കിലോ ഫേക്ക്, സ്റ്റിമുലേറ്റ് എന്ന് പറയുന്നു. ആന്റോണിം ആണെങ്കിൽ റിവീൽ, ബി ഓണസ്റ്റ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ് ഇഡിയം പുട്ട് ഓൺ ആൻ ആക്ട്, പുട്ട് ഓൺ ആൻ ആക്ട് എന്ന് പറയുന്നതാണ് ഇഡിയം ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗെയിൽ എന്ന് പറയുന്നത് സ്ലൈ ഓർ കണ്ണിങ് ഇന്റലിജൻസ്, ഇങ്ങനെ ഭയങ്കര അധികം കുരുട്ട് ബുദ്ധി എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അപ്പൊ സിനോണിം എന്നാണ്ട് ഡിസീറ്റ്, ട്രിക്കറി എന്ന് പറയുന്നതാണ്, വളരെയധികം ട്രിക്കി ആയിട്ടുള്ള ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന, വില്ലനിസ്റ്റിക് ആയിട്ടുള്ള. അടുത്ത ആന്റോണിം ആണെങ്കിൽ ഓണസ്റ്റി, സെൻസിയാരിറ്റി, അതൊക്കെയാണ് ഇവിടെ ആന്റോണിംസ് ആയിട്ട് വരിക. അപ്പൊ എന്താണ് പുൾ എ ഫാസ്റ്റ് വൺ, അതായത് മറ്റേ ഇപ്പോ കിങ് ലയർ സിനിമയിലാണെങ്കിൽ ദിലീപ് എന്തെങ്കിലുമൊക്കെ പറ്റി ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചെടുക്കും, ഹീസ് പുള്ളിങ് എ ഫാസ്റ്റ് വൺ എന്ന് പറയുകയാണ്. അപ്പൊ അതുപോലെ. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഹൈൻഡർ, അതായത് ടു ഒബ്സ്ട്രക്ട് ഓർ ഡിലേ, ഒരു കാര്യത്തെ ഡിലേ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ തടയുക എന്ന് പറയുന്നത്. അപ്പൊ സിനോണിം എന്തായിരിക്കും? ഒബ്സ്ട്രക്ട് ഓർ
ഇംപെഡ് എന്ന് പറയുന്നതാണ് അതിന്റെ സിനോണിംസ് വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫെസിലിറ്റേറ്റ് അല്ലെങ്കിൽ അസിസ്റ്റ്, അതാണ് ആന്റോണിംസ് വരിക. ഇഡിയം നോക്കുകയാണെങ്കിൽ ത്രൂ എ wrench ഇൻ ദ വർക്ക്സ് എന്ന് പറയുന്നത്, അതായത് ഒരു കാര്യത്തെ ഡിലേ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇല്ലിസിറ്റ്. ഇല്ലിസിറ്റ് എന്ന് പറയുന്ന ഇല്ലീഗൽ ആയിട്ടുള്ള, നമുക്ക് എന്താ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്ന് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. സിനോണിം ആണെങ്കിൽ അൺലോഫുൾ, ഇല്ലീഗൽ എന്നൊക്കെ പറയുന്നു. ആൻഡ് ആന്റോണിം ലീഗൽ, ലോഫുൾ, അതൊക്കെയാണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക. ആൻഡ് നെക്സ്റ്റ് വന്ന് നോക്കിയോ ജൂബിലന്റ്. ജൂബിലന്റ് എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടുള്ള, സക്സസ്ഫുൾ ആയിട്ടുള്ള, അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുക. ട്രയംഫന്റ് എന്നൊക്കെ പറയുന്നത് സക്സസ്ഫുൾ. അപ്പൊ എന്താണ് മീനിങ്ങിലോട്ട് വരുമ്പോൾ, സിനോണിംസിലോട്ട് വരുമ്പോൾ ഓവർജോയ്ഡ്, എലേറ്റഡ് എന്നൊക്കെ പറയുന്നു. ആന്റോണിം ആണെങ്കിലോ മിസറബിൾ, ഡിപ്രസ്ഡ്, അതൊക്കെയാണ് ആന്റോണിമിൽ വരിക. ഇഡിയം ആണെങ്കിൽ ഓവർ ദ മൂൺ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ക്ലൗഡ് നയൻ എന്ന് പറയുന്നതും ഇവിടെ ഇഡിയം ആയിട്ട് പറയാനായിട്ട് പറ്റും. അറ്റ് ക്ലൗഡ് നയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വേർഡ് നോക്കിയോ കിൻഡിൽ. കിൻഡിൽ എന്ന് പറയുന്നത് ടു ഇഗ്നൈറ്റ് ഓർ ഇൻസ്പയർ ചെയ്യുക, ഒരാൾക്ക് ഇൻസ്പിറേഷൻ ആകുക എന്നൊക്കെ പറയുന്നതാണ് കിൻഡിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സിനോണിം നോക്കുകയാണെങ്കിൽ ഇഗ്നൈറ്റ്, സ്പാർക്ക്, ഇൻസ്പിറേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ആന്റോണിം ആണെങ്കിലോ എക്സ്റ്റിംഗ്വിഷ്, ഡൗസ്, ഒരാളെ തളർത്തിക്കളയ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം ആന്റോണിം. ആൻഡ് ഇവിടെ ഇഡിയം ലൈറ്റ് എ ഫയർ അണ്ടർ സംവൺ. ലൈറ്റ് എ ഫയർ അണ്ടർ സംവൺ, ഒരാൾക്ക് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക, ഒരു സ്പാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താ നോക്കിയോ ലെഥാർജിക്. ലെഥാർജിക് എന്ന് പറയുന്നത് സ്ലഡ്ജിഷ് ഓർ ലാക്കിംഗ് എനർജി, ഒരു എനർജിയിൽ ഇങ്ങനെ ഇഴഞ്ഞ് ജോലി ചെയ്യുക, ഒരു സ്ലഗിനെ പോലെ ജോലി ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ടയേർഡ്, ഇൻആക്റ്റീവ്, അതൊക്കെയാണ് സിനോണിമിൽ വരിക. ആന്റോണിം ആണെങ്കിലോ എനർജറ്റിക്, ആക്റ്റീവ്, അതൊക്കെയാണ് ആന്റോണിമില്. ആൻഡ് ഇഡിയം നോക്കിയോ ഔട്ട് ഓഫ് സ്റ്റീം. ഔട്ട് ഓഫ് സ്റ്റീം, ടയേർഡായി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് മൊറോസ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്ലൂമി, സിമിലർ ആണ്, ഭയങ്കര ഗ്ലൂമി. ആൻഡ് ഇവിടെ സിനോണിം നോക്കിയോ മൂഡി, ഗ്ലം. ആന്റോണിം ആണെങ്കിലോ ചിയർഫുൾ, ഹാപ്പി. ഇഡിയം നോക്കിയോ ഡൗൺ ഇൻ ദ ഡംസ്. ഡൗൺ ഇൻ ദ ഡംസ്, അതായത് ആ വേസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയാണ്, ഇങ്ങനെ ഭയങ്കര മൂടിയായിട്ട് ഒരു ഗുണവും ഇല്ല, അങ്ങനെ. ഓക്കെ, നെക്സ്റ്റ് വന്ന് നോക്കിയോ നൊട്ടോറിയസ്. നമ്മൾ പറയും നൊട്ടോറിയസ് ക്രിമിനൽ എന്നൊക്കെ പറയും, ഒരുപാട് ക്രിമിനൽ ഒക്കെ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ നൊട്ടോറിയസ് എന്ന് പറയാം, അല്ലെ? അപ്പൊ സിനോണിം ആണെങ്കിലോ ഇൻഫേമസ്, ഡിസ്റെപ്യൂട്ടബിൾ. ആന്റോണിം ആണെങ്കിൽ റെസ്പെക്റ്റഡ്, ഓണറബിൾ, അതൊക്കെയാണ് വരിക. ഇവിടെ ഇഡിയം പറയുകയാണെങ്കിൽ നെയിം ഇസ് മഡ്, അതായത് വളരെയധികം മോശമായിട്ടുള്ള എന്നാണ് ഉദ്ദേശിക്കുക. അടുത്തത് ഓംനിയസ് എന്ന് പറയുന്നത് ത്രെട്ടണിങ് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഒരാളെ ഭീഷണി എന്നുള്ള രീതിയിലാണ് അതിന്റെ അർത്ഥം വരിക. സിനോണിം നോക്കുകയാണെങ്കിൽ മെനേസിങ്, സിനിസ്റ്റർ എന്നൊക്കെ പറയും, ഈവിലിസ്റ്റിക്, അതാണ്. ആന്റോണിം ആണെങ്കിലോ പ്രോമിസിങ്, ഹോപ്പ്ഫുൾ, അതാണ്. ഓക്കെ, അപ്പൊ ഇഡിയം നോക്കിക്കോടാ ഡാർക്ക് ക്ലൗഡ്സ് ഓൺ ദ ഹൊറൈസൺ. ഹൊറൈസൺ എപ്പോഴും എന്താണ്, ആ ഒരു പ്രതീക്ഷ ആണ് തരുന്നത്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ ഇരുണ്ട മേഘങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ബാഡ് ഒമൻ അല്ലെങ്കിൽ ത്രെട്ടനിങ് ആയിട്ടുള്ള ഒന്നാണ്, അല്ലെ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പ്രൂഡന്റ്. പ്രൂഡന്റ് എന്ന് പറയുന്നത് വളരെ വൈസ് ആൻഡ് കെയർഫുൾ, വളരെയധികം വൈസ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാള്. ഓക്കെ, സിനോണിം ആണെങ്കിൽ നോക്കിക്കോ കോഷ്യസ്, സെൻസിബിൾ. ആൻഡ് ആന്റോണിം ആണെങ്കിലോ റെക്ലെസ്, കെയർലെസ്, അതൊക്കെ ആന്റോണിം ആയിട്ട് വരുന്നു. ഇവിടെ ഇഡിയം നോക്കിക്കോ ലുക്ക് ബിഫോർ യു ലീപ്പ്. എന്താണ്, നിങ്ങൾ ചാടുന്നതിന് മുന്നേ ഒന്ന് നോക്കണം അപ്പുറത്ത്, അതാണ് അവിടെ എന്ത് ആന്റോണിം, അല്ലെങ്കിൽ നമുക്ക് പ്രോവർബ് എന്നും പറയാം. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വിൻറ്റസെൻഷ്യൽ. ക്വിൻറ്റസെൻഷ്യൽ എന്ന് പറയുന്നത് ദ മോസ്റ്റ് പെർഫെക്റ്റ് എക്സാമ്പിൾ, ഒരു കാര്യത്തിന്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ, അതിനെയാണ് ക്വിന്റ് എസെൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ സിനോണിം എന്താ ഐഡിയൽ, ടിപ്പിക്കൽ. ആന്റോണിം ആണെങ്കിലോ അൺക്യാരക്ടറിസ്റ്റിക്, അൺയൂഷ്വൽ, അതൊക്കെയാണ് അതിന്റെ ആന്റോണിം ആയിട്ട് വരിക. ആൻഡ് ഇഡിയം നോക്കിയോ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ. ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നതാണ് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റെവിയ എന്ന് പറയുന്നത്, അതായത് ഭയങ്കര ഡീപ്ലി റെസ്പെക്ട് ചെയ്യുക, ഒരാളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നതിനെയാണ് അവിടെ പറയുക. അപ്പൊ സിനോണിം ആണെങ്കിലോ ഓണർ, അഡ്മയർ. ആന്റോണിം ആണെങ്കിൽ എന്താണ് ഡിസ്റെസ്പെക്ട്ഫുൾ, ഇതാണ്ട, ആൻഡ് ഡിസ്പൈസ് എന്ന് പറയുന്നത്. പുട്ട് ഓൺ എ പെഡസ്റ്റൽ, അതാണ് അവിടെ എന്ത് വരുന്നത്, അതിന്റെ ഇഡിയോമാറ്റിക് ഫ്രേസ് വരുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ സ്റ്റോയിക്, അതായത് അൺഇമോഷണൽ അണ്ടർ പ്രഷർ, അതായത് എന്താണ് ഭയങ്കര അധികം ഇമോഷണൽ അല്ലാത്ത ഒരാളെയാണ് നമ്മൾ എന്ത് പറയാ സ്റ്റോയിക് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അത് സിനോണിം നോക്കിയോ അൺഫ്ലിഞ്ചിങ്, അനങ്ങാത്ത, എന്ത് വന്നാലും അനങ്ങില്ല, പാറ പോലെ നിൽക്കും, അതാണ്. ഡിറ്റാച്ച്ഡ്. ആൻഡ് ആന്റോണിം ആണെങ്കിലോ ഇമോഷണൽ, എക്സ്പ്രസീവ്, എന്ത് കുഞ്ഞു കാര്യം ഉണ്ടെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുക, പെട്ടെന്ന് കരയുക, പെട്ടെന്ന് ചിരിക്കുക. അപ്പൊ ഇവിടെ ഇഡിയം നോക്കിയോ കീപ്പ് എ സ്നിഫ് അണ്ടർ ലിപ്പ്. കീപ്പ് എ സ്റ്റിഫ്
അണ്ടർ ലിപ്പ് എന്ന് പറയുന്നതാണ്. അപ്പൊ നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഈ ചുണ്ടിൽ ഇങ്ങനെ എക്സ്പ്രഷൻ ഇങ്ങനെയൊക്കെ കാണാറുണ്ടല്ലോ, ആ ഒരു ഇതാ ഉദ്ദേശിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ടെനേഷ്യസ് എന്ന് പറയുന്നതാണ് പെർസിസ്റ്റന്റ് ഓർ ഡിറ്റർമിൻഡ്, ഒരു കാര്യത്തിൽ ഇങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സംഭവം, അതാണ്. അപ്പൊ സിനോണിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡിറ്റർമിൻഡ്, റെസല്യൂട്ട് എന്ന് പറയുന്നു. ആന്റോണിം ആണെങ്കിൽ എങ്ങനെയാണ്? വീക്ക്, സറണ്ടറിങ് എന്നൊക്കെയാണ് ആന്റോണിമിൽ വരിക. അപ്പൊ ഇഡിയം നോക്കിയോ, ഹാങ് ഇൻ ദെയർ എന്ന് പറയുന്നതാണ്. ജസ്റ്റ് ഹാങ് ഇൻ ദെയർ, അതിലിങ്ങനെ നിനക്കത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഹാങ് ഇൻ ദെയർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അണ്ടർമൈൻ. അണ്ടർമൈൻ എന്ന് പറയുന്നത് ടു വീക്കൻ ഗ്രാജുവലി, പയ്യെ പയ്യെ എന്താ ഇങ്ങനെ വീക്കായിട്ട് വരുന്നതാണ് എന്ത്? അണ്ടർമൈൻ എന്ന് പറയുക. ആൻഡ് ഇവിടെ സിനോണിം പറയുകയാണെങ്കിൽ സാബറ്റോഷ്, വീക്കൻ, ആൻഡ് അതേസമയം എൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിലോ സ്ട്രെങ്തൻ, സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത്. ഇഡിയം ആണെങ്കിലോ ചിപ്പ് അവേ അറ്റ്, ചിപ്പ് അവേ അറ്റ്, അതാണ് ഇവിടെ ആന്റോണിമായിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വിൻഡിക്കേറ്റ്, അതായത് ടു ക്ലിയർ ഫ്രം ബ്ലെയിം, എന്നെ ആരോ കുറ്റം പറഞ്ഞു അതിൽ നിന്ന് മുക്തനാകുക, ടു ക്ലിയർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ്? ജസ്റ്റിഫൈ, എക്സിനറേറ്റ് എന്നൊക്കെ പറയുന്നതാണ് സിനോണിമിൽ വരിക. ആന്റോണിം ആണെങ്കിലോ അക്യൂസ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, അക്യൂസ്, കണ്ടെം എന്ന് പറയുന്നത്. അപ്പൊ ഇഡിയം ആണെങ്കിലോ കം ഔട്ട് ക്ലീൻ, ഒരു കുറ്റപ്പെടുത്തലിൽ നിന്ന് എന്താണ്? ജസ്റ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത് പുറത്തോട്ട് വരിക, അതാണ് ഇവിടെ ഈ ഒരു ഇഡിയം മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വേറി, അതായത് ഇങ്ങനെ കോഷ്യസ് ആയിട്ടിരിക്കുക, അലേർട്ട്ഫുൾ ആയിരിക്കുക, ഒരു കാര്യത്തിൽ ഇങ്ങനെ എന്താ എല്ലാം ഇങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുക, എന്തെങ്കിലും വരാൻ പോയില്ലയോ എന്നൊക്കെ നോക്കി. അപ്പൊ ഇതിന്റെ സിനോണിം നോക്കുകയാണെങ്കിൽ കെയർഫുൾ, വിജിലന്റ്. ആന്റോണിം ആണെങ്കിലോ കെയർലെസ്, റെക്ലെസ്. അപ്പൊ എന്താ ഇവിടെ നോക്കിയോ, കീപ് യുവർ ഐസ് പീൽഡ്, അപ്പൊ എന്താണ്? എപ്പോഴും എന്താ ഭയങ്കര അറ്റൻറ്റീവ് ആയിരിക്കണം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ യോണിങ്, അതായത് ഭയങ്കരമായിട്ടും എന്താ മിസ് ചെയ്യുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും ഡിസയർ ചെയ്യുക, ആവശ്യപ്പെടുക, അല്ലെങ്കിൽ വേണം എന്ന് തോന്നുക, അതൊക്കെയാണ് ഇവിടെ വരിക. ഇവിടുത്തെ സിനോണിംസ് എന്ന് പറയുന്നത് ഡിസയർ, ക്രേവിങ്. ആന്റോണിം ആണെങ്കിലോ കണ്ടെന്റ്മെന്റ്, ഡിസ്ഇൻട്രസ്റ്റ്, അതൊക്കെയാണ്. അപ്പൊ ഇഡിയം ആണെങ്കിലോ ഹാർട്ട്സ് ഡിസയർ, എന്താണ്? മനസ്സിൽ തോന്നുന്ന ആ ഒരു കൊതി അല്ലെങ്കിൽ ആ ഒരു മിസ്സിങ്, അത്. നെക്സ്റ്റ് ആണെങ്കിൽ സെനി എന്ന് പറയുന്നത്, അതായത് കോമിക്കലി സ്ട്രേഞ്ച്, അതായത് തമാശ രൂപേണ എന്തോ ഒരു സ്ട്രേഞ്ച്നെസ്, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ സിനോണിം നോക്കിയോ, എസെൻട്രിക്, ക്വിർക്കി എന്നൊക്കെ പറയുന്നതാണ് സിനോണിമിൽ വരിക. ആന്റോണിം ആണെങ്കിലോ നോർമൽ, കൺവെൻഷണൽ. ഓക്കെ, ആൻഡ് ഇവിടെയും എന്താണ്? ഓഫ് ദ വോൾ എന്ന് പറയുന്നതാണ് എന്ത്? ഇഡിയം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അക്കംപ്ലിസ്. അക്കംപ്ലിസ് എന്ന് പറയുന്നത് എന്താ? എ പേഴ്സൺ ഹു ഹെൽപ്സ് ഇൻ എ ക്രൈം, ഒരാള് ക്രൈം ചെയ്യുമ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എന്താ, അത് തന്നെയാണ് എന്താ അക്കംപ്ലിസ് എന്ന് പറയുന്നത്. ആൻഡ് സിനോണിംസ് നോക്കിയോ, അസോസിയേറ്റ്, പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇതിന്റെ എന്താ ആന്റോണിം നോക്കിയോ, ഒപ്പോണന്റ് ആൻഡ് അഡ്വേഴ്സറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെച്ചോണേ, ഇവിടെ മിസ്പെൽറ്റ് ചെയ്തേക്കുന്നത് ഞാൻ ഇവിടെ തന്നു പോകുന്നുണ്ട്, അതൊന്ന് നോക്കി വെക്കുക. നെക്സ്റ്റ് ഒന്ന് നോക്കിയോ, ബെല്ലിജറന്റ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ നേരത്തെ കണ്ട ഹോസ്റ്റൽ അല്ലെങ്കിൽ അഗ്രസീവ് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സിനോണിംസ് എന്താണ്? അഗ്രസീവ്, കോമ്പാറ്റീവ്, യുദ്ധം ചെയ്യുക അല്ലെങ്കിൽ അടികൂടുക എന്ന് പറയുന്നത്. ആന്റോണിംസ് ആണെങ്കിൽ പീസ്ഫുൾ, ഫ്രണ്ട്ലി. ആൻഡ് ഇവിടെ ഇഡിയം നോക്കിയോ, ലുക്കിംഗ് ഫോർ എ ഫൈറ്റ്, ആരെ കണ്ടാലും പിടിച്ചിടിക്കാൻ നിൽക്കുന്ന ഒരാള്, അതാണ് ഇവിടെ ഈ ഒരു വാക്കിന്റെ ഇഡിയം ആ ഒരു ഇതായിട്ട് വരിക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കമന്റ്, ടു പ്രൈസ് ഫോർമലി, അതായത് ഒരാളെ ഒക്കെ ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരാളെ കമന്റ് ചെയ്യുക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ സിനോണിംസ് നോക്കിയോ, അപ്ലോഡ്, കോംപ്ലിമെന്റ് എന്നൊക്കെ പറയുന്നത്. ആന്റോണിം ആണെങ്കിൽ ക്രിട്ടിസൈസ്, ബ്ലെയിം, കുറ്റപ്പെടുത്തുക, എന്തുവാ ഇത് എന്നൊക്കെ ചോദിക്കുന്നത്. ഓക്കെ, ഗിവ് എ പാറ്റ് ഓൺ ദ ബാക്ക്, വെൽ ഡൺ എന്ന് പറയുന്നതാണ് ഇവിടെ ആ ഒരു ഇത് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡോണ്ട്ലെസ്. ഡോണ്ട്ലെസ് എന്ന് പറയുന്നത് ഫിയർലെസ്, പേടിയേ ഇല്ല, അത്. ആൻഡ് ഇവിടെ സിനോണിം നോക്കുകയാണെങ്കിൽ ബ്രേവ്, ഇന്റർപ്രറ്റ്. ആൻഡ് ആന്റോണിം ആണെങ്കിലോ ഫിയർഫുൾ, കവേർഡ്ലി എന്നൊക്കെ വരുന്നു. ആൻഡ് ഇഡിയം നോക്കിയോ, ഹാവ് നെർവ്സ് ഓഫ് സ്റ്റീൽ, ഹാവ് നെർവ്സ് ഓഫ് സ്റ്റീൽ. നെക്സ്റ്റ് വന്ന് നോക്കിയോ, എലേറ്റഡ്. എലേറ്റഡ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ട്രീംലി ഹാപ്പി. നമ്മൾ ഇതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞായിരുന്നല്ലേ, എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടുള്ള, ഓൺ ക്ലൗഡ് നയൻ എന്നൊക്കെ, അതാ അത് തന്നെയാണ് ഇഡിയം വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ സിനോണിം നോക്കിയോ, ഓവർ ജോയ്ഡ്, എക്സ്റ്ററ്റിക് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ആന്റോണിം ആണെങ്കിലോ സാഡ്, മിസറബിൾ, അതൊക്കെയാണ് ആന്റോണിം ആയിട്ട് വരിക. ഓൺ ക്ലൗഡ് നയൻ എന്ന് പറയുന്നതാണ് അതിന്റെ ഇഡിയം ആയിട്ട് വരിക, അത്രയധികം സന്തോഷം എന്ന് പറയുന്നത്. അടുത്തത് ഫിയാസ്കോ, അതായത് എ കംപ്ലീറ്റ് ഫെയിലിയർ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഏതൊരു കാര്യത്തിലും തോൽവി, അതാണ്. അപ്പൊ എന്താണ്? ഡിസാസ്റ്റർ, കറ്റാസ്ട്രോഫി എന്ന് പറയുന്നതാണ് അതിന്റെ സിനോണിം ആയിട്ട് വരിക. ആന്റോണിം ആണെങ്കിലോ സക്സസ്, ട്രയംഫ് എന്ന് പറയുന്നതാണ്. അപ്പൊ ഇവിടെ ഗോ ഡൗൺ ഇൻ ഫ്ലെയിംസ് എന്ന് പറയുന്നതാണ് എന്ത്? അതിന്റെ ഇഡിയോമാറ്റിക് ഫ്രേസ് ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ
ഗ്രൂമേസ് എന്ന് പറയുന്നു. ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓഫ് പെയിൻ ഓർ ഡിസ്ഗസ്റ്റ് എന്നൊക്കെ നമ്മൾ ഡിസ്ഗസ്റ്റ് കാണിക്കുക, ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് വരിക. അപ്പൊ സിനോണിംസ് ആയിട്ട് സ്കൗൾ, ഫ്രോൺ. ആന്റോണിം ആണെങ്കിലോ ചിരിച്ച മുഖം, എന്താണ് സ്മൈൽ, ഗ്രിൻ, ഈ ഗ്രിൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഹാവോക്ക് എന്ന് പറയുന്നത് ഗ്രേറ്റ് ഡിസ്ട്രക്ഷൻ ഓർ ഡിസോർഡർ, ഭയങ്കര അധികം എന്താ വലിയൊരു ഡാമേജ് എന്ന് പറയുന്നത്. സിനോണം നോക്കിയോ കെയോസ്, ഡിവാസ്റ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ആന്റോണിം ആണെങ്കിലോ വളരെയധികം ഓർഡർലി പ്ലേസ് ചെയ്തിരിക്കുന്നു, ഹാർമണസ് ആണ്, ഹാർമണിയാണ്. അപ്പൊ അതാണ് ഇവിടെ ആന്റോണിം ആയിട്ട് വന്നേക്കുക. ഇഡിയം നോക്കിയോ റെക് ഹാവോക്ക് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇഡിയോമാറ്റിക് ഫ്രേസ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസൊലേറ്റ്, അതായത് ഭയങ്കര റൂഡായിട്ടിരിക്കുക, അതാണ് അവിടെ വാക്ക് ഉദ്ദേശിക്കുക. ഇവിടെ സിനോണിം നോക്കുകയാണെങ്കിൽ ഇംപ്യൂഡന്റ്, അറഗന്റ്. ആന്റോണിം ആണെങ്കിലോ റെസ്പെക്ട്ഫുൾ, പൊലൈറ്റ്, ഇതൊക്കെയാണ് ആന്റോണിം ആയിട്ട് വരിക. ആൻഡ് ഇവിടെ സ്റ്റെപ്പ് ഔട്ട് ഓഫ് ലൈൻ, എല്ലാവരും എന്താ നല്ല രീതിയിൽ റൂളൊക്കെ പാലിച്ച് ഇങ്ങനെ ആ ഒരു ലൈനിൽ നിൽക്കും. ഇവനാണെങ്കിൽ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിയും തിരിഞ്ഞും സ്റ്റെപ്പ് ഔട്ട് ഓഫ് ദ ലൈൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ. അതാണ് ആ ഒരു വാക്കിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയോമാറ്റിക് ഫ്രേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ജാർഗൻ, എ സ്പെഷ്യൽ ലാംഗ്വേജ് ഓഫ് എ പ്രൊഫഷൻ. അതായത് ഇപ്പം ഒരു പ്രൊഫഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു സ്ലാങ് കാണും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് വാക്കുകൾ കാണും. അപ്പൊ ഇതിന്റെ സിനോണിം എന്ന് പറയുന്നത് നോക്കിയോ ടെർമിനോളജി, സ്ലാങ് എന്നൊക്കെ പറയുന്നു. ആന്റോണിം ആണെങ്കിൽ കോമൺ സ്പീച്ച്, ലേമാൻസ് ടേംസ്. അതായത് ഒരാൾക്ക് ഇപ്പൊ ഓരോ ജോലിക്കും ഓരോ പ്രൊഫഷണലിലും ഓരോ ടോക്ക് കാണും, അവരുടേതായിട്ടുള്ള വേർഡ്സ് കാണും. അതൊക്കെയാണ് ഇവിടെ ഇഡിയോമാറ്റിക് ആയിട്ടുള്ള ടെക് ടോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ കുഡോസ്, അതായത് ഒരാളെ പ്രൈസ് ചെയ്യുക, ഓക്കെ ബ്രാവോ നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, അങ്ങനെ അപ്ലോഡ് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിനോണിം ആണെങ്കിലോ പ്രൈസ്, അക്ലെയിം. ആന്റോണിം ആണെങ്കിൽ ക്രിറ്റിസിസം, ബ്ലെയിം എന്നൊക്കെ പറയുന്നു. ഗെറ്റ് എ ഷൗട്ട് ഔട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാവരും എണീറ്റ് കൈയടിക്കുന്നൊക്കെയാണ് ഗെറ്റ് എ ഷൗട്ട് ഔട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലാമെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഭയങ്കര സങ്കടപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ ലാമെന്റ് എന്ന് പറയുക. അപ്പൊ ഇതിന്റെ സിനോണിം താ നോക്കുകയാണെങ്കിൽ മോൺ, ഗ്രീവ് എന്ന് പറയുന്നു. ആൻഡ് മോണിന്റെ സ്പെല്ലിംഗ് ഒന്ന് നോക്കി വെക്കുക, MOURN ആണ്. ആൻഡ് ഗ്രീവിന് IE ആണ്, EI അല്ല. ആൻഡ് ആന്റോണിം നോക്കുമ്പോൾ റിജോയ്സ്, സെലിബ്രേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ക്രൈ ഓവർ സ്പിൽസ് മിൽക്ക്, അത് എക്സാംസിന് ചോദിക്കുന്ന ഒന്നാണ്. ക്രൈ ഔട്ട് ഓഫ് അല്ലെങ്കിൽ ക്രൈ ഓവർ സ്പിൽസ് മിൽക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇവിടെ ലാമെന്റ് എന്ന് പറയുന്നത് ആവശ്യമില്ലാത്ത കാര്യത്തിന് സങ്കടപ്പെട്ടിരിക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ മീഡിയോക്കർ എന്ന് പറയുന്നത് ആവറേജ്, ബിലോ ആവറേജ്, ഒരു മിഡിൽ ക്ലാസ്, അതൊക്കെയാണ് മീഡിയോക്കർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സിനോണിം ആണെങ്കിലോ ഓർഡിനറി, ഇൻഫീരിയർ എന്നൊക്കെ പറയുന്നു. ആന്റോണിംസ് ആണെങ്കിൽ എക്സലന്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെയാണ് അതിന്റെ ആന്റോണിംസ് വരിക. ഇഡിയംസ് നോക്കിയോ റൺ ഓഫ് ദ മിൽ, റൺ ഓഫ് ദ മിൽ എന്നാണ് ഇഡിയംസ് വരിക. അടുത്തത് നർച്ചർ, അതായത് ഒരാളെങ്ങനെ കെയർ ചെയ്യുക, നറിഷ് ചെയ്യുക, അതാണ് അവിടെ ആ ഒരു വാക്കിന്റെ മീനിങ് വരിക. അപ്പൊ എന്താണ് ഫോസ്റ്റർ, സപ്പോർട്ട്, അതൊക്കെ സിനോണിമിൽ വരുന്നു. എന്താണ് നെഗ്ലെക്റ്റ്, ഇഗ്നോർ, അതൊക്കെ ആന്റോണിമിൽ വരുന്നു. റേസ് വിത്ത് എ ലവിങ് ഹാൻഡ്, ഒരാളെ വളരെയധികം കെയർ ചെയ്ത് വളർത്തുകയാണ്, അതിനെയാണ് എന്താ ഒരു ഇഡിയം മീൻ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒബ്ലിവിയസ്, അതായത് അൺകോൺഷ്യസ് ആയിട്ടുള്ള എന്താ നടക്കുന്നതെന്നുള്ള ബോധമില്ല, അതാണ്. അപ്പൊ സിനോണിം എന്താന്ന് നോക്കിയോ അൺഅവെയർ, ഇഗ്നോറന്റ്. ആന്റോണിം ആണെങ്കിൽ അവെയർ, കോൺഷ്യസ്, അങ്ങനെ വരുന്നു അല്ലെ. ആൻഡ് ഇഡിയം നോക്കിയോ ഹെഡ് ഇൻ ദ ക്ലൗഡ്സ്, ഹെഡ് ഇൻ ദ ക്ലൗഡ്സ്, ആ ക്ലൗഡ്സിനകത്ത് കണ്ട എന്താണ് ഫുൾ എന്താണ് ഒരു മൂടിയ അവസ്ഥയാണ്, ഒന്നും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. അടുത്തത് പ്ലാഗറിസം അല്ലെങ്കിൽ പ്ലാഗ്രൈസ് എന്ന് പറയുന്നത് ടു കോപ്പി എന്തെങ്കിലും ഒരു സംഭവം, ഒരാളുടെ വർക്കായാലോ അല്ലെങ്കിൽ എന്തൊരു കാര്യത്തെയും കോപ്പി ചെയ്യുക, അതെയാണ് പ്ലാഗ്രൈസ് എന്ന് പറയുന്നത്. അടുത്ത അവിടെ സിനോണിം നോക്കുകയാണെങ്കിൽ കോപ്പി, ഇമിറ്റേറ്റ് വരുന്നു. അപ്പം ആന്റോണിം എന്തായിരിക്കും പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുക, ഒറിജിനേറ്റ് ചെയ്യുക, അതാണ് എന്ത് വരുന്നത് അതിന്റെ ആന്റോണിം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വിവർ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ ഷേക്ക് ചെയ്യുക, അതിനാണ് ആ ഒരു വാക്ക് മീൻ ചെയ്യുന്നത്. സിനോണിം നോക്കിയോ ഷിവർ, ട്രെമ്പിൾ. ആന്റോണിം ആണെങ്കിലോ സ്റ്റഡി, വിറക്കില്ല, അങ്ങനെ നിൽക്കും, സ്റ്റഡി, സ്റ്റെബിലൈസ്. അപ്പൊ എന്താണ് ഇഡിയം നോക്കിയോ ഷേക്ക് ലൈക്ക് എ ലീഫ്, ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ പേടി, അതാ ഇവിടെ സൂചിപ്പിക്കുക, ഒരു കുഞ്ഞു കാര്യം ഉണ്ടെങ്കിൽ എന്താണ് പേടിച്ചിങ്ങനെ വിറക്കുകയാണ് അല്ലെ. നെക്സ്റ്റ് നോക്കിയോ റൂത്ത്ലെസ്, റൂത്ത്ലെസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ മേഴ്സി ഇല്ലാത്ത, കരുണയില്ലാത്ത ഒരു സംഭവം. അപ്പൊ ഇവിടെ സിനോണിം നോക്കുകയാണെങ്കിൽ ക്രൂവൽ, മെർസിലെസ് എന്ന് പറയുന്നു. ആന്റോണിം ആണെങ്കിലോ കമ്പാഷനേറ്റ്, കൈൻഡ്, അതൊക്കെയാണ് ആന്റോണിമിൽ വരിക. ആൻഡ് ഇഡിയം നോക്കിയോ കോൾഡ് ബ്ലഡ്, പറയാനുണ്ട് കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ, അതായത് അയാൾക്ക് ഒരു കുലുക്കവും ഇല്ല, ഒരു മേഴ്സി ഇല്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ സെറീൻ, അതായത് വളരെ ശാന്തമായ, അതാണ് അവിടെ ഉദ്ദേശിക്കുക. സിനോണിം നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രാങ്ക്വിൽ, പീസ്ഫുൾ. ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലോ
agitated, chaotic അതാണ് ഇവിടെ ഉദ്ദേശിക്കുക. ആൻഡ് ഇവിടെ calm before the storm, അതായത് എന്തോ ഒന്ന് വരാൻ പോകുന്നതിന് മുന്നേ ഉള്ള ഒരു സമാധാനമാണോ, ഒരു സൈലൻസ് ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ, ആ സെയിം സാധനം, ഒരു കാംനെസ് ആണ് ഇവിടെ സെറീൻ എന്ന് പറയുന്ന വാക്ക്. അടുത്ത നോക്കുകയാണെങ്കിൽ ടാക്ട്ഫുൾ. ടാക്ട്ഫുൾ എന്ന് പറയുന്നത് ഷോയിങ് സെൻസിറ്റിവിറ്റി ഇൻ ഡീലിംഗ് വിത്ത് അതേഴ്സ്, അതായത് മറ്റൊരാളുമായി ഡീൽ ചെയ്യുമ്പോൾ ആ ഒരു ടാക്ടിക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ആയിട്ട്, അതൊക്കെയാണ് ഇവിടെ പറയാ. അപ്പൊ സിനോണിം നോക്കിയോ, ഡിപ്ലോമാറ്റിക്, ഡിസ്ക്രീറ്റ്. ആന്റോണിം ആണെങ്കിലോ ടാക്ട്ലെസ്, റൂഡ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കിയോ, ഹാൻഡിൽ വിത്ത് കിഡ് ഗ്ലൗസ്. ചില സമയത്ത് ചിലരോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കേണ്ടി വരും. ഇത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, വളരെ അവിടെയും വേദനിക്കാൻ പാടില്ല, ഇവിടെയും വേദനിക്കാൻ പാടില്ല, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ അനാനിമസ് എന്ന് പറയുന്നത് ഫുള്ളി എഗ്രീഡ് അപ്പോൺ, എല്ലാ കാര്യത്തിലും ഓക്കെ ചെയ്തോ, എഗ്രി, ഓക്കെ സെറ്റ് എന്നൊക്കെ പറയുന്നു. ഓക്കെ, അപ്പൊ സിനോണിം ആണെങ്കിലോ യുണൈറ്റഡ്, അൺഡിവൈഡഡ് എന്ന് പറയുന്നു. അടുത്ത ആന്റോണിം ഡിവൈഡഡ്, സ്പ്ലിറ്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ആന്റോണിംസ് വരിക. ഓൾ ഇൻ വൺ വോയിസ്, ഓൾ ഇൻ വൺ വോയിസ് എന്നാണ് അതിന്റെ ഇഡിയോമാറ്റിക് ഫ്രേസ് വരിക. നെക്സ്റ്റ് വൺ ഇസ് വൾണറബിൾ. വൾണറബിൾ എന്ന് പറയുന്നത് ആർക്കും എന്തും ചെയ്തിട്ട് പോകും, പെട്ടെന്ന് ഹാം ചെയ്യാൻ പറ്റാം, അങ്ങനെ ഒരു സംഭവമാണ് വൾണറബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ, എക്സ്പോസ്ഡ്, ഡിഫെൻഡ്ലെസ് എന്നൊക്കെയാണ് അതിന്റെ സിനോണിംസ് വരെ. ആന്റോണിം ആണെങ്കിലോ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക, ഗാർഡ് ചെയ്തിരിക്കുക, അതൊക്കെയാണ്. അപ്പൊ സോഫ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നതാണ് എന്ത്, ഇതിന്റെ ഈഡിയം. ആർക്ക് വേണമെങ്കിലും കൊട്ടിട്ട് പോകാനുള്ള ചെണ്ട എന്നൊക്കെയാണ് ഈ ഒരു വൾണറബിൾ എന്ന് പറയുന്ന വാക്കിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വിറ്റി. വിറ്റി എന്ന് പറയുന്നത് വളരെയധികം ക്ലിയർ ആൻഡ് അമ്യൂസിങ് എന്ന് പറയാം, അല്ലെങ്കിൽ കോമിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. മീനിങ് ആണെങ്കിൽ, അതായത് സിനോണിം ആണെങ്കിൽ നോക്കിയോ, ഹ്യൂമറസ്, കോമിക്കൽ, അല്ലെങ്കിൽ ഷാർപ്പ്, അതൊക്കെയാണ് ഇവിടെ എന്താ സിനോണിംസ് ആയിട്ട് വരുന്നത്. ആന്റോണിം നോക്കിയോ വളരെ ഡൾ ആൻഡ് ബോറിംഗ് ആണ് ആന്റോണിം എന്ന് പറയുന്നത്. അത് ക്വിക്ക് ഓൺ ദ ഡ്രോ, ക്വിക്ക് ഓൺ ദ ഡ്രോ ആണ് അതിന്റെ എന്ത് ഈഡിയം ആയിട്ട് വരിക. ഓക്കെ, ആൻഡ് ഇയർ ലോങ്. ഇയർ ലോങ് എന്ന് പറയുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം, അതാണ് ഇയർ ലോങ് എന്ന് പറയുന്നത്. അതിന്റെ സിനോണിമാണ് ആനുവൽ, 12 month എന്നൊക്കെ പറയുന്നത്. ആന്റോണിം നോക്കിയോ ബ്രീഫ്, ഷോർട്ട് ടേം എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ആന്റോണിം. നെക്സ്റ്റ് വന്ന് നോക്കിയോ zestful. zestful എന്ന് പറയുന്നത് ഭയങ്കര എനർജി ഉള്ള, അതിനാണ് zestful എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സിനോണിംസ് നോക്കിയോ, എനർജറ്റിക്, ലൈവ്ലി. അതേ സമയത്ത് ആന്റോണിം ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ്, ലൈഫ്ലെസ്, ബോറിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. ഫുൾ ഓഫ് ബീൻസ് എന്നാണ് എന്ത്, zestful ആയിട്ടുള്ള ഒരു പേഴ്സൺ, ഒരു എനർജീനെ പറയുക, ഫുൾ ഓഫ് ബീൻസ്. അടുത്തത് അസെൻഡ് എന്ന് പറയുന്നത് എന്താ, ടു ഗോ അപ്പ് ഓർ റേസ്, വളരെ ടു ഗോ അപ്പ്, അസെൻഡിങ് ഓർഡർ എന്ന് പറയില്ലേ, ചെറുതിൽ നിന്ന് വലുതിലോട്ട്, അത്. അപ്പൊ എന്താണ്, ക്ലൈംബ്, റൈസ് ഒക്കെയാണ് അതിന്റെ സിനോണിംസ്. ആൻഡ് ഡിസെൻഡ്, ഫോൾ, അതൊക്കെയാണ് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. അപ്പൊ ഈഡിയം ആണെങ്കിലോ ഓൺ ദ വേ അപ്പ്, ഓൺ ദ വേ അപ്പ് ആണ് അതിന്റെ ഈഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വന്ന് നോക്കിയോ ബിസാർ എന്ന് പറയുന്ന വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു സംഭവത്തെയാണ് നമ്മൾ ബിസാർ എന്ന് പറയുക. അപ്പൊ സിനോണിംസ് നോക്കാം, വിയേർഡ്, പെക്യൂലിയർ, ഇത് ഒരു വിയേർഡ് ഒരു തിങ്, നമ്മൾ സാധാരണ കാണാത്ത, അതാണ് ഉദ്ദേശിക്കുക. അപ്പൊ ആന്റോണിം ആണെങ്കിലോ നോർമൽ, ഓർഡിനറി. ആൻഡ് ഇവിടെ ഇഡിയംസ് നോക്കിയോ സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ, സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കൺസീൽ, അതായത് ടു ഹൈഡ്, ഒരു കാര്യം എന്താ ഹൈഡ് ചെയ്ത് വെക്കുക, അപ്പൊ സീക്രട്ട് ആക്കി വെക്കുക. അപ്പൊ സിനോണിംസിനകത്ത് സീക്രട്ട് വരുന്നു, ഹൈഡ്, കവർ. ആന്റോണിം ആണെങ്കിലോ റിവീൽ, എക്സ്പോസ്. അപ്പൊ എന്താണ് ഇവിടെ ഈഡിയം നോക്കിയോ, കീപ് അണ്ടർ റാപ്സ്, കീപ് അണ്ടർ റാപ്സ്, ഓരോ റാപ്പ് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ അകത്തിങ്ങനെ സീക്രട്ട് ആക്കി വെക്കുക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്മൽ, അതായത് ഗ്ലൂമി ആയിട്ടിരിക്കുക, ഭയങ്കര സാഡ്, ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുക. സിനോണിംസ് നോക്കിയോ ഡ്രയറി, മിസറബിൾ. ആന്റോണിം ആണെങ്കിൽ ചിയർഫുൾ, ബ്രൈറ്റ്. ഓക്കെ, ആൻഡ് ഇഡിയം നോക്കിയോ ലൈക്ക് എ വെറ്റ് ബ്ലാങ്കറ്റ്. വെറ്റ് ബ്ലാങ്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡൾ, ഇങ്ങനെ ഭയങ്കര വെയിറ്റ് ആയിരിക്കും അല്ലേ, അതിങ്ങനെ പൊങ്ങത്ത് പോലും ഇല്ല, ഭയങ്കര എന്താ വേണ്ടാത്ത പോലെ അവിടെ കിടക്കുന്നതാണ്. എൻറ്റൈസ് അടുത്തത്. അപ്പൊ ഇവിടെ മീനിങ് നോക്കിയോ, ടു അട്രാക്ട് ഓർ ടെംപ്റ്റ്, ഒരു കാര്യത്തെ ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുക, അതാണ് ഇവിടെ. അപ്പൊ എന്താണ്, ടെംപ്റ്റ്, അതൊക്കെ സിനോണിമിൽ വരുന്നു. റിപ്പൽ, ഡീറ്റർ, അതൊക്കെയാണ് ആന്റോണിം എന്ന് പറയുന്നത്. ലീഡ് സംവൺ ഓൺ, ഒരാളെ ഒരു കാര്യത്തിലോട്ട് ഇങ്ങനെ ടെംപ്റ്റ് ചെയ്യുക, ലീഡ് ചെയ്യുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഫീസിബിൾ, അതായത് പോസിബിൾ ആയിട്ടുള്ള, ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ സിനോണിം നോക്കിയോ അച്ചീവബിൾ, വിയബിൾ, ഒരു കാര്യം നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒന്നാണ് അച്ചീവബിൾ ആയിട്ടുള്ളത്. അപ്പൊ ആന്റോണിം ആണെങ്കിലോ പറ്റാത്ത, ഇംപോസിബിൾ, ഇംപ്രാക്ടിക്കൽ, അതൊക്കെയാണ്. ഇൻ ദ റെലം ഓഫ് പോസിബിലിറ്റി, എന്താണ് ഒരുപാട്, റെലം ഓഫ് പോസിബിലിറ്റി എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാം ചെയ്യാൻ കഴിയും, ആ ഒരു വേൾഡ്, ആ ഒരു റെലം ഓഫ് പോസിബിലിറ്റി, അതാണ് ഈഡിയം. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഗ്രേഷ്യസ്, കൈൻഡ്,
ആൻഡ് കോർച്ചിയസ് എന്ന് പറയുന്നു. സിനോണിം ആണെങ്കിൽ അത് തന്നെ കോർച്ചിയസ്, പൊളൈറ്റ്. അതേസമയം ആന്റോണിം ആണെങ്കിലോ റൂഡ്, ഹാർഷ്. അപ്പൊ ഇവിടെ എന്താ നമ്മുടെ ഇഡിയം നോക്കിയോ, മൈൻഡ് യുവർ മാനേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് മൈൻഡ് യുവർ മാനേഴ്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഇഡിയം വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഹിനിയസ്, അതായത് എക്സ്ട്രീംലി വിക്കഡ്, ഭയങ്കര ഈവിൾ ആയിട്ടുള്ള ഒരാള്. അപ്പോ സിനോണിം നോക്കിയോ ഈവിൾ, അട്രോഷ്യസ്. ആൻഡ് ആന്റോണിം ആണെങ്കിലോ ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള, വിർച്വസ്, കൈൻഡ് ആയിട്ടുള്ള. അപ്പൊ എന്താണ് ഇഡിയം നോക്കിയോ ബിയോണ്ട് ദ പെയിൽ, ബിയോണ്ട് ദ പെയിൽ എന്നാണ് ആ ഒരു ഇഡിയം വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇംപെക്കബിൾ. ഇംപെക്കബിൾ എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റ്, വിത്തൗട്ട് എനി ഫോൾട്ട്, ഒരു തെറ്റുമില്ലാത്ത, അത്രയും 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ഒന്ന്. അപ്പൊ സിനോണിം നോക്കിയോ ഫ്ലോലെസ്, സ്പോട്ട്ലെസ്. ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിലോ ഇംപെർഫെക്റ്റ്, ഫ്ലോഡ്. അങ്ങനെ ആയിരിക്കും വരിക. ആസ് ഗുഡ് ആസ് ഗോൾഡ്, ആസ് ഗുഡ് ആസ് ഗോൾഡ് ആണ് അതിന്റെ ഇഡിയം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ജെറ്ററി, അതായത് ഭയങ്കര നെർവസ് ആണ്, ഭയങ്കര ടെൻഷൻ, ആൻഷ്യസ് ആയിട്ടുള്ള ഒന്ന്. അപ്പൊ അത് തന്നെയാണ് എന്ത് സിനോണിം ആയിട്ട് വരിക. ആൻഡ് ഇവിടെ നോക്കിയോ ആന്റോണിം നോക്കിയോ കാം, റിലാക്സ്ഡ്, വളരെയധികം കാമാണ്, റിലാക്സ്ഡ് ആണ്. ആൻഡ് ബട്ടർഫ്ലൈസ് ഇൻ ദ സ്റ്റൊമക്ക്, അതായത് ഇപ്പൊ ഒരാളെ ഇഷ്ടമുള്ള ഒരാളെ കാണുമ്പോൾ അടിവയറ്റിൽ നിന്നാണ് ഒരു മഞ്ഞ് വീഴുന്ന സുഖമില്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് നാക്ക്, ഒരു കാര്യം ചെയ്യാൻ ഒരു നാക്ക് വേണം എന്ന് പറയില്ലേ, ആ സംഭവം തന്നെയാണ്. അതായത് ഒരു ടാലന്റ്, ഒരു ഗിഫ്റ്റ്. അപ്പോൾ അതിന്റെ ആന്റോണിം എന്തായിരിക്കും, ഇൻഎബിലിറ്റി, ഇൻകോമ്പറ്റൻസ് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. ഹാവ് എ ഫ്ലെയർ ഫോർ, അതാണ് അതിന്റെ ഇഡിയം വരിക. ഒരു ടാലന്റ് വേണം, ഒരു ഗിഫ്റ്റ്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ലിംഗർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുക, ഇങ്ങനെ വാലും പിടിച്ച് നടക്കുക എന്ന് പറയുന്നതാണ് അവിടെ ലിംഗർ എന്ന് യൂസ് ചെയ്യുക. സിനോണിംസ് റിമെയിൻ, സ്റ്റേ. ഓക്കെ, ആന്റോണിം ആണെങ്കിൽ ലീവ്, ഡിപ്പാർട്ട്. ഓക്കെ, ആൻഡ് ഇഡിയം നോക്കിയോ ഓവർ സ്റ്റേ വൺസ് വെൽക്കം. അപ്പൊ എന്താണ് ഓൾറെഡി നമ്മൾ അവിടെ ഉണ്ട്, പക്ഷെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പാടില്ലാത്തതിലും അധികം നേരം അവിടെ ചുറ്റിക്കറങ്ങി നിൽക്കുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ മൺഡെയിൻ എന്ന് പറയുന്നത് ബോറിംഗ് ആൻഡ് ഓർഡിനറി. ഓക്കെ, സ്ഥിരമുള്ള ഒരു സംഭവം, അതാണ് ഇവിടെ. ഇപ്പൊ റുട്ടീൻ, ഡൾ എന്നൊക്കെയാണ് സിനോണിമായിട്ട് വരിക. മറ്റതാണെങ്കിലോ അഡ്വെഞ്ചറസ്, എക്സ്ട്രാ ഓർഡിനറി, എക്സൈറ്റിംഗ്, അതൊക്കെ വരുന്നു. അപ്പം സെയിം ഓൾഡ് അല്ലെങ്കിൽ സെയിം ഓൾഡ് എന്ന് പറയുന്നതാണ് എന്താ ഇവിടെ ഇഡിയം ആയിട്ട് വരിക. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ നെഗ്ലിജന്റ്, അതായത് ഒരു കാര്യത്തെ കെയർലെസ് ആയിട്ട് ഇട്ടേക്കുക, കാണാത്ത പോലെ ഇട്ടേക്കുക, അതാണ്. സിനോണിം നോക്കിയോ കെയർലെസ്, ഇൻഅറ്റന്റീവ്. ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കെയർഫുൾ, അറ്റന്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് ഡ്രോപ്പ് ദ ബോൾ എന്ന് പറയുന്നതാണ് അതിന്റെ ഇഡിയം ആയിട്ട് വരിക. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒബ്സ്റ്റിനേറ്റ്, അതായത് ഭയങ്കര വാശി, സ്റ്റബേൺ ആയിട്ടിരിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ സിനോണിംസ് എന്തൊക്കെ വരുന്നുണ്ട്, സ്റ്റബേൺ വരുന്നുണ്ട്, ഹെഡ് സ്ട്രോങ് വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ആണ് ഫ്ലെക്സിബിൾ, yielding. അപ്പോൾ ഇഡിയം നോക്കിയോ സെറ്റ് ഇൻ വൺസ് വേ, അയാൾ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പ് അല്ലെങ്കിൽ 3 കൊമ്പ് എന്നൊക്കെ പറയുന്നതാണെന്ത് ആ ഒരു വാശിയാണ് ഇവിടെ ഉദ്ദേശിക്കുക. നെക്സ്റ്റ് നോക്കിയോ പെരിലസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചർ, ഫുൾ ഓഫ് ഡേഞ്ചർ. അപ്പൊ സിനോണിംസ് നോക്കിയോ ഡേഞ്ചറസ്, റിസ്കി. ആന്റോണിം ആണെങ്കിലോ സേഫ്, സെക്യൂർ എന്ന് പറയുന്നത്. ആൻഡ് ഇഡിയം നോക്കിയോ വോക്ക് ഓൺ ടൈറ്റ് റോപ്പ്, എന്താണ് ഒരൊറ്റ കയറ് കാണും, അതിൽ ഇങ്ങനെ നടക്കില്ലേ, ബാലൻസ് തെറ്റാണ്, അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ് അവിടെ ആ ഒരു ഇഡിയം മീൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് ക്വൈന്റ്, അതായത് അൺയൂഷ്വലി ചാമിങ് ഓർ ഓൾഡ് ഫാഷൻ, ഭയങ്കര ഓൾഡ് ഫാഷൻ ആണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. അപ്പൊ ഇവിടെ സിനോണിം നോക്കിയോ ചാമിങ്, പിക്ചറിസ്ക് എന്നൊക്കെ പറയുന്നതാണ് അതിന്റെ സിനോണിംസ് എന്ന് പറയാം. ആന്റോണിം ആണെങ്കിലോ മോഡേൺ, ഓർഡിനറി, അതൊക്കെയാണ് ആന്റോണിം ആയിട്ട് വരിക. ഫ്രം അനദർ ഇറ, മറ്റൊരു ലോകത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റൊരു ഇറയിൽ നിന്ന് എന്നാണ് അതിന്റെ ഇഡിയം ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ റെക്ലെസ് എന്നാണ്. റെക്ലെസ് എന്ന് പറയുന്നത് വീണ്ടും കെയർലെസ്, അല്ലെങ്കിൽ അതാണ് ഇവിടെ യൂസ് ചെയ്യുക, കെയർലെസ് ഓർ റാഷ് എന്ന് പറയുന്നത്. സിനോണിം അത് തന്നെയാണ് വരുന്നത്. അപ്പൊ ആന്റോണിം നോക്കിയോ കോഷ്യസ്, പ്രൂഡന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ ആന്റോണിംസ്. ആൻഡ് ഇവിടെ ഇഡിയംസ് നോക്കിയോ ത്രോ കോഷൻ ടു ദ വിൻഡ്, ത്രോ കോഷൻ ടു ദ വിൻഡ് എന്നാണ് ഇവിടെ എന്ത് വരുന്നത് അതിന്റെ ഇഡിയം വരുന്നത്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സ്കോൺ, അതായത് കൺടെംപ്റ്റ് ഓർ ഡിസ്ഡെയിൻ, അതായത് ഒരാളെ കളിയാക്കുക എന്നുള്ള രീതിയിൽ. അപ്പം എന്താണ് സിനോണിംസ് നോക്കിയോ ഡിസ്ഡെയിൻ, മോക്കറി. ആൻഡ് ആന്റോണിം നോക്കുകയാണെങ്കിൽ എന്താണ് ഒരാളെ പൊക്കി പറയാ, റെസ്പെക്ട് ചെയ്യുക, അതൊക്കെയാണ് വരിക. ലുക്ക് ഡൗൺ വൺസ് നോസ് അറ്റ്, അതാണ് ഇഡിയം വരുന്നത്. എന്താ ലുക്ക് ഡൗൺ വൺസ് നോസ് അറ്റ്, അതാണ് അവിടെ ഇഡിയം ആയിട്ട് വരിക. നെക്സ്റ്റ് ടിമിഡ്. ടിമിഡ് എന്ന് പറയുന്നത് ഭയങ്കര ഷൈ ആയിട്ടുള്ള, ഓക്കെ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നതാണ് ടിമിഡ് എന്ന് പറയുക. അപ്പൊ എന്താ ഷൈ, മീക്ക്, അതൊക്കെയാണ് സിനോണിം. ആന്റോണിം ആണെങ്കിലോ വളരെ ബോൾഡ് ആൻഡ് കോൺഫിഡന്റ് ആണ് അതിന്റെ
ആന്റോണിം എന്ന് പറയുന്നത്. ആൻഡ് ചിക്കൻ ഹാർട്ടഡ് എന്ന് പറയുന്നതാണ്, അതൊരു ഇമ്പോർട്ടന്റ് ഇഡിയമാണ്, ചിക്കൻ ഹാർട്ടഡ് പേഴ്സൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ അപ്ബീറ്റ്. അപ്ബീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക, അതാണ് അപ്ബീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സിനോണിംസ് നോക്കിയോ, ചിയർഫുൾ, പോസിറ്റീവ്. ആൻഡ് ആന്റോണിം ആണെങ്കിലോ ഡൗൺ ബീറ്റ്, പെസിമിസ്റ്റിക് എന്ന് പറയുന്നതാണ് അതിന്റെ ആന്റോണിം എന്ന് പറയുന്നത്. ലുക്ക് ഓൺ ദ ബ്രൈറ്റ് സൈഡ്, ലുക്ക് ഓൺ ദ ബ്രൈറ്റ് സൈഡ് ആണ് അതിന്റെ ഇഡിയം. അടുത്തത് വിവിഡ്. വിവിഡ് എന്ന് പറയുന്ന വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്, വളരെ ബ്രൈറ്റ് ആയിട്ടുള്ളത്, അതാണ് അവിടെ പറയുന്നത്. അപ്പം സിനോണിംസ് നോക്കിയോ, വളരെ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആണ് അതിന്റെ സിനോണിം എന്ന് പറയുന്നത്. ആന്റോണിം ആണെങ്കിലോ ഡൾ ആൻഡ് ഫെയിന്റ്, കാണാൻ പറ്റുന്നില്ല, ബ്രൈറ്റ് അല്ല എന്ന് പറയുന്നത്. പെയിന്റ് എ പിക്ചർ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മുടെ വിവിഡ് എന്ന് പറയുന്ന വാക്കിന്റെ ആപ്റ്റ് ആയിട്ടുള്ള ഇഡിയോമാറ്റിക് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ആ ഒരു പിക്ചറിസ്റ്റിക് ആയിട്ട് ഓക്കെ ഒരു കാര്യം ഇങ്ങനെ വരച്ച് പറഞ്ഞതുപോലെ തോന്നുക. അടുത്ത പറയുകയാണെങ്കിൽ wretched, അതായത് എക്സ്ട്രീംലി ബാഡ് ഓർ മിസറബിൾ, ഭയങ്കര ബാഡ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ എന്താണ്, മിസറബിൾ, ഓഫുൾ, അതൊക്കെയാണ് സിനോണിമായിട്ട് വരിക. വണ്ടർഫുൾ, പ്ലസന്റ് ആണ് നമ്മുടെ എന്ത് ആന്റോണിമായിട്ട് വരിക. ഡൗൺ ഇൻ ദ ഡംസ്, അത് നമ്മൾ നേരത്തെ കണ്ടതാണ് ആ ഒരു ഇഡിയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് യോൺ. യോൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടിരുന്നത് എന്താണ്, സ്ട്രോങ്ലി ഒരു കാര്യത്തെ കുറിച്ച് ആഗ്രഹിക്കുക, ഡിസയർ ചെയ്യുക. അപ്പൊ സിനോണിം നമ്മൾ പറഞ്ഞു എന്താണ്, ക്രേവ് ചെയ്യുക, ലോങ് ചെയ്യുക. അപ്പം ആന്റോണിം എന്തായിരിക്കും, റിജക്ട് ചെയ്യുക, ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതാ ഇവിടെ നോക്കിയോ, ഹാർട്ട് ലോങ്സ് ഫോർ, ഒരു ഹാർട്ട്, നമ്മുടെ മനസ്സിങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ അടുത്ത നോക്കുകയാണെങ്കിൽ എന്താണ്, സീലറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രീം ബിലീവർ, ഒരു കാര്യത്തെ കുറിച്ച് വളരെ എക്സ്ട്രീം ആയിട്ട് ഇങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാള്, ഫാനറ്റിക്, എക്സ്ട്രീമിസ്റ്റ് എന്നൊക്കെ പറയാം. ആൻഡ് ആന്റോണിം ആണെങ്കിലോ മോഡറേറ്റ്, സ്കെപ്റ്റിക് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഡൈ ഹാർട്ട് സപ്പോർട്ടർ, ചിലർ ഫാൻസ് ഒക്കെ കാണാം, വിജയ് ഫാൻസ്, സൂര്യ ഫാൻസ്, മമ്മൂട്ടി ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, ഡൈ ഹാർട്ട് ഫാൻസ് എന്നൊക്കെ പറയാറുണ്ടല്ലേ. അപ്പൊ അത്രയും ബിലീവേഴ്സ് ആണ് ആ ഒരു ഫിഗറിന്റെ. അങ്ങനെ നെക്സ്റ്റ് വൺ ഇസ് അഗൈൽ അല്ലെങ്കിൽ അജൈൽ എന്ന് പറയുന്നത് ഏബിൾ ടു മൂവ് ക്വിക്ലി ആൻഡ് ഈസിലി, പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ എന്താണ്, സ്വിഫ്റ്റ് അല്ലെങ്കിൽ നിമ്പിൾ ആണ് സിനോണിമായിട്ട് വരിക. ക്ലംസി, സ്ലോ ആണെന്ത് ആന്റോണിമായിട്ട് വരിക. ക്വിക്ക് ഓൺ വൺസ് ഫീറ്റ് ആണെന്ത് ഇഡിയം വരുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബ്ലണ്ടർ. ബ്ലണ്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒരു കെയർലെസ് മിസ്റ്റേക്ക്, എന്തോ ഒരു മനുഷ്യരല്ലേ തെറ്റ് പറ്റിപ്പോവും, എന്താണ് കെയർലെസ് മിസ്റ്റേക്ക് ആണ് ബ്ലണ്ടർ എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ ബ്ലണ്ടർ ഒക്കെ വിളിച്ച് പറയാതെ എന്ന് പറയാറുണ്ടല്ലോ. ആൻഡ് സിനോണിം നോക്കുകയാണെങ്കിൽ മിസ്റ്റേക്ക്, ഇറർ, ആന്റോണിം ആക്യുറസി, പ്രിസിഷൻ. ആരും എന്താണ് പെർഫെക്റ്റ് അല്ല, ബ്ലണ്ടർ ഒക്കെ പറയാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പൊ പുട്ട് വൺസ് ഫുട്ട് ഇൻ ഇറ്റ് എന്നാണ് അതിന്റെ ഇഡിയം വരിക. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് വൊക്കാബുലറി കണ്ടു, ഇഡിയംസ് കണ്ടു, മീനിങ് കണ്ടു, ആന്റോണിം കണ്ടു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഷടപടേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓടിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ സൂപ്പർ നോട്ട്സിൽ 15th ജൂണിന് ഗുരുവായൂർ ദേവസ്വം 7th ക്വാളിഫിക്കേഷന്റെ ബാച്ച് തുടങ്ങുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു. അപ്പൊ ഇനി പഠിക്കാൻ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. തുടക്കം മുതലേ നമുക്ക് സ്റ്റഡി പ്ലാൻ ഒക്കെ അനുസരിച്ച് പഠിക്കണ്ടേ, എന്നാലല്ലേ നമുക്ക് എക്സാം ഒക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 7th ക്വാളിഫിക്കേഷന്റെ ക്രാഷ് ബാച്ച് 35 days ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് 1399 മാത്രമേ എന്ത് വരുന്നുള്ളൂ, നമ്മുടെ ബാച്ച് ഫീ വരുന്നുള്ളൂ. അപ്പൊ അതിനായി താഴെ കാണുന്ന നമ്പറിൽ 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക ആൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും വൊക്കാബുലറീസ് നമ്മൾ കണ്ടു. ആൻഡ് ഇത്രയും വൊക്കാബുലറീസ് പോലെ ഇനിയും നമ്മൾ വീണ്ടും അടുത്ത വീഡിയോസിൽ വരുന്നതായിരിക്കും. Until then, thank you so much.